ഫ്ലാഷ് കമ്പനി റിക്വയർമെന്റ് എന്താ NPV കാൽക്കുലേഷൻ 5 മാർക്ക് കേട്ടോ. 5 മാർക്കിന് NPV കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതില് പിന്നെ 1, 2, 3, 4 4 വർഷത്താണ് എന്ത് NPV കാൽക്കുലേഷൻ നമ്മൾ ചെയ്യേണ്ടത്. 5th ഇയർ കാണിക്കണോ? 5th ഇയർ നമ്മൾ കാണിക്കണോ? പറഞ്ഞേ. അരിയറിലാണെങ്കിൽ കാണിക്കണം, ഇല്ലെങ്കിൽ വേണ്ട. അതിന് ഇവിടെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അരിയർ ആണോ? എന്താ പറയുന്നത്? ഇഗ്നോർ ടാക്സേഷൻ ഇല്ലേ? അപ്പൊ 4 ഇയർ. ടാക്സ് ഇല്ല, 4 ഇയർ മതി. അപ്പൊ അരിയേഴ്സ് ആയിട്ടല്ല, അവർ ടാക്സ് പേ ചെയ്യുന്നുണ്ടാവില്ല, ടാക്സ് സേവിങ്സ് ഉണ്ടാവില്ല, ടാക്സ് പേയ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇയർ കൊടുക്കുമ്പോ ഏതൊട്ട് കൊടുക്കണടാ? ഇയർ കൊടുക്കുമ്പോ ഏതൊട്ട് കൊടുക്കണം? പറഞ്ഞേ. 0. 0, 1, 2, 3, 4 അല്ലേ? ഇയർ 0, 1, 2, 3, 4 അങ്ങനെയല്ലടാ? ഓക്കെ, 5th ഇയർ കൊടുക്കണ്ടല്ലോ, ഉറപ്പല്ലേ? ടാക്സ് ഇല്ല കേട്ടോ, അതുകൊണ്ട് 5th ഇയർ കൊടുക്കണ്ട. ഓക്കെ, ഇനി ഞാൻ ഇയർ കൊടുത്തു. ഇനി ഡിമാൻഡ് ഉണ്ടാവും. ഡിമാൻഡ് ഞാൻ എഴുതി വെക്കാൻ പോകുന്നത്. ഡിമാൻഡ്. ഓക്കെ, ഡിമാൻഡ് ഇവിടെ ഉണ്ട്. ഡിമാൻഡ് പറഞ്ഞാൽ അവരുടെ പ്രൊഡക്ഷൻ സെയിൽസ് പ്ലാൻ. ഓക്കെ, മോട്ടോർ സൈക്കിൾ ഓരോ വർഷത്തെയും മോട്ടോർ സൈക്കിളിന്റെ സെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ്പെക്ടഡ് സെയിൽസ്. ഓക്കെ, ഫോർകാസ്റ്റഡ് സെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ വർഷം 25,000, രണ്ടാമത്തെ വർഷം 45,000, 40,000, 20,000. ഞാൻ എന്ത് ചെയ്യാം? പിന്നെ വേണമെങ്കിൽ 3 സീറോസ് ഒഴിവാക്കി എടുക്കാം. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ എന്ത് ചെയ്യാം? എല്ലാ സീറോസും എടുക്കുന്നു കേട്ടോ. എല്ലാ സീറോസും എടുക്കുന്നു. ഓക്കെ, 25,000, ഇയർ 1 25, ഇയർ 2 45,000, ഇയർ 2 45,000, ഇയർ 3 40,000, 40,000, ഇയർ 4 20,000, ഇയർ 4 20,000. ഓക്കെ, അങ്ങനെ കൊടുത്തു. ഡിമാൻഡ് കൊടുത്തു. അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി തൊട്ട് താഴെയുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്താ വരിക? ഇതിന്റെ തൊട്ട് താഴെ ഏതാ വരിക? സെയിൽസ്. സെയിൽസ്. ഓക്കെ, സെയിൽസ് എത്ര നോക്കാം. ഇവർ ഇവിടെ പറയുന്നു സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് 20,000 ആണ്, 20,000 ആണ് സെല്ലിംഗ് പ്രൈസ് പെർ മോട്ടോർ സൈക്കിൾ. ഒരു മോട്ടോർ സൈക്കിളിന്റെ വില സെല്ലിംഗ് പ്രൈസ് 20,000 ആണ്. പക്ഷേ റിമെമ്പർ, അതിന് ഇൻഫ്ലേഷൻ സംഭവിക്കും. ഇൻഫ്ലേഷൻ സംഭവിക്കും. ഏത് ഇയർ തൊട്ടായിരിക്കും ഇൻഫ്ലേഷൻ സംഭവിക്കുക? ഇയർ 1. ഇയർ 1 തൊട്ട് ഇൻഫ്ലേഷൻ ഉണ്ടാവോ? രണ്ടാമത്തെ ഇയറിലാണ്. അതിന്റെ റീസൺ എന്താ പറയാൻ പറ്റുമോ? ഇത് ഒന്നാമത്തെ വർഷത്തെ പ്രൈസ് ആണ്. ഇതിന്റെ വില കൂടുക എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വർഷം തൊട്ടാണ് എന്ത് ചെയ്യുക? ഇൻഫ്ലേഷൻ സംഭവിക്കും കേട്ടോ. ഇൻഫ്ലേഷൻ 6% വേല കൂടുക. അതായത് രണ്ടാമത്തെ വർഷം തൊട്ട് ഒരു മോട്ടോർ സൈക്കിളിന്റെ വില എന്ത് കൂടും? 6% കൂടും. ഇയർ 1 പ്രൈസ് ടേംസിലാണ് 20,000 ഉള്ളത്. അപ്പൊ ഞാൻ സെയിൽസ് കാണാണ്. സെയിൽസ് എടാ, ഇയർ 0 സെയിൽസ് ഉണ്ടാവോ? ഇയർ 0 സെയിൽസ് ഉണ്ടാവോ? ഇല്ല. ഉണ്ടാവില്ല. ഇയർ 1 സെയിൽസ് ഉണ്ടാവുക. ഒരു മോട്ടോർ സൈക്കിളിന്റെ സെല്ലിംഗ് പ്രൈസ് 20,000 ആണ്. ഓക്കെ, ഇൻഡു അങ്ങനത്തെ എത്ര മോട്ടോർ സൈക്കിൾ വെക്കുന്നുണ്ട്? 25,000. 25,000 സെയിൽസ് 25,000 മോട്ടോർ സൈക്കിൾസ് വെക്കുന്നുണ്ട്. സോ പിന്നെ ഇത്രയും കിട്ടി. ഓക്കെ, ഇത് വലിയ എമൗണ്ട് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു കാര്യം ചെയ്യാം, സീറോസ് ഒഴിവാക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? സീറോസ് ഒഴിവാക്കി എടുത്തു. ഓക്കെ, സീറോസ് ഒഴിവാക്കി എടുത്തു. അപ്പോ ഈ സംഖ്യ ഒന്നാമത്തെ വർഷത്തിൽ ഇൻഫ്ലേഷൻ ഇല്ല. രണ്ടാമത്തെ വർഷത്തിലാണ് എന്ത് ചെയ്യുക? 20,000 ഒരു മോട്ടോർ സൈക്കിളിനത് എത്ര കൂടും? എത്ര പെർസെന്റേജ് കൂടും? 6%. 6% കൂടും. വില 6% കൂടും. 6% കൂടും. സോ രണ്ടാമത്തെ വർഷത്തിൽ ഈക്വൽ ടു പ്രസ് ചെയ്യുക. 20,000 ഇൻറ്റു 1 പ്ലസ് 6% കൂടി, അതായത് 20,000 കൂടി 1 പ്ലസ് 0. അല്ലെങ്കിൽ 1 പ്ലസ് 6% വരും, അല്ലെങ്കിൽ 0.06. ഇത്രയും കൂടും. എത്ര തവണ കൂടും? റൈസ് ടു എത്ര കൊടുക്കണം? 2 അല്ല കേട്ടോ, ആക്ച്വലി 2 അല്ല. അതായത് ആദ്യത്തെ ഇൻഫ്ലേഷൻ വരെ രണ്ടാമത്തെ വർഷമാണ്. സോ ഒരു തവണ കൂടുന്നുള്ളൂ. സാധാരണ നമ്മൾ ചെയ്യുക 1 ആണെങ്കിൽ നേരെ 1 കൊടുക്കും. ഇവിടെ ആക്ച്വലി ഇവിടെ സെക്കൻഡ് ഇയറിൽ ഒരു തവണ എന്ത് ചെയ്യുന്നുള്ളൂ? ഇൻഫ്ലേറ്റ് ആവുന്നുള്ളൂ. റൈസ് ടു 1 കൊടുത്താൽ മതി, കാരണം 6% കൂടും. ഓക്കെ, ഇൻറ്റു ഡിഫറെന്റ് ഇൻഫ്ലേഷൻ ആണെങ്കിൽ, അതായത് ഡിഫറെന്റ് ഇൻഫ്ലേഷൻ ആണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് കയറി അപ്പൊ 1 കൊടുത്താൽ പോലെ അത് മാറ്റി കൊടുക്കേണ്ടി വരും. ഫസ്റ്റ് ഇയർ 6 സെക്കൻഡ് അതിങ്ങനെ ഇൻഫ്ലേഷന്റെ പെർസെന്റേജ് മാറ്റി കൊടുത്താൽ മതി. മാറ്റിയിട്ട് 1 കൊടുത്താൽ മതി. അതെ അതെ. പിന്നെ ഓക്കെ, ഇൻറ്റു എന്ത് ചെയ്യണം? യൂണിറ്റ്സ് കൊടുക്കണ്ടേ? ഇതാണ് ഇൻഫ്ലേറ്റഡ് ഒരു 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 മോട്ടോർ സൈക്കിളിന്റെ ഇൻഫ്ലേറ്റഡ് പ്രൈസ്. അതൊരു മോട്ടോർ സൈക്കിളിന്റെ പ്രൈസ് ആണ്. ഇൻറ്റു എത്ര യൂണിറ്റ്സ് ഉണ്ട്? 45 യൂണിറ്റ്സ് ഉണ്ട്. ഇൻറ്റു 45 യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ എമൗണ്ട് കിട്ടും. സെറ്റ് അല്ലേ? ഇനി ഇതിങ്ങനെ ചെയ്യണോ? ഇങ്ങനെ ചെയ്ത് പോണോ? ഇത് ഡ്രാഗ് ചെയ്താൽ പോരെ? ഡ്രാഗ് ചെയ്താൽ പോരെ? എന്ത് കിട്ടും? എല്ലാ ആൻസേഴ്സും കിട്ടും. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ റേസ് ടു 2 വന്നു ഇൻറ്റു 40. ഓക്കെ, ഇവിടെ റേസ് ടു 3 വന്നു ഇൻറ്റു 40. ഓക്കെ, ഡ്രാഗ് ചെയ്താൽ മതി കേട്ടോ. ഡ്രാഗ് ചെയ്താൽ മതി. സെറ്റ് അല്ലേ? ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം? ഡെസിമൽ പോയിന്റ്സ് ഒഴിവാക്കാം. സെയിൽസ് കിട്ടി. ഇനി എന്താണ് കാണേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ?
വേരിയബിൾ കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് കാണണം. വേരിയബിൾ കോസ്റ്റ് നെഗറ്റീവ് ഫിഗർ ആണ് എടുക്കേണ്ടത്. ശരിയോ തെറ്റോ? യെസ് യെസ്, ശരിയാട്ടോ. വേരിയബിൾ കോസ്റ്റ് നെഗറ്റീവ് ഫിഗർ ആണ് എടുക്കേണ്ടത്. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് കാണാൻ പോവാണ്. വേരിയബിൾ കോസ്റ്റും പെർ യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത്. ഒരു മോട്ടോർ സൈക്കിളിന്റെ വേരിയബിൾ കോസ്റ്റ് 14,000. സോ അതിന് 6% ഇൻഫ്ലേഷൻ വേരിയബിൾ കോസ്റ്റിനും ഉണ്ട്. ഏത് ഇയർ തൊട്ടാണ് ഇൻഫ്ലേറ്റ് ചെയ്യേണ്ടത്? ഏത് ഇയർ Second year. തൊട്ടാണ്? സെക്കൻഡ് ഇയർ തൊട്ടാണ് ഇൻഫ്ലേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഇയറിൽ ഈക്വൽ ടു പ്രസ് ചെയ്യുക. 14,000 ആണ് ഒരു മോട്ടോർ സൈക്കിളിന്റെ വേരിയബിൾ കോസ്റ്റ്. സോ മൈനസ് 14,000 എടുക്കാം. ഒരു മോട്ടോർ സൈക്കിളിന്റെ വേരിയബിൾ കോസ്റ്റ് ഇൻറ്റു അങ്ങനത്തെ 25,000 എന്ത് ചെയ്യുന്നുണ്ട്? മോട്ടോർ സൈക്കിൾസ് വെക്കുന്നുണ്ട്. സോ പ്രശ്നമില്ല, ഇത് പ്രശ്നമില്ല. സെക്കൻഡ് ഇയറിൽ 14,000 പോരാ, അതിനെന്ത് ചെയ്യണം? ഒരു തവണ ഇൻഫ്ലേറ്റ് ചെയ്യണം. 1 + 0.06, അതായത് 1+6% റേസ് ടു ദ പവർ എന്ന് കൊടുക്കുക. ഒരു തവണ ഇൻഫ്ലേഷൻ ആണ്. സോ റേസ് ടു ദ പവർ 1 കൊടുക്കട്ടോ. റേസ് ടു ദ പവർ 1 കൊടുക്കുക. ഓക്കെ, ഇവിടെ 14,000 എടുക്കുമ്പോൾ നെഗറ്റീവ് എടുക്കണേ. അപ്പോഴേ വാല്യൂ എന്താവുള്ളൂ? നെഗറ്റീവ് ആവത്തുള്ളൂ. ഓക്കെ, എടാ ഇത്ര ചെയ്താൽ മതിയോ? തെറ്റിപ്പോവല്ല, ആൻസർ തെറ്റിയില്ലേ? എന്താ മിസ്റ്റേക്ക് വന്നു? ഇത്ര ചെയ്താൽ മതിയോ? പറഞ്ഞേ. 45. ഇൻറ്റു 45 ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സിനെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴേ 45,000 മോട്ടോർ സൈക്കിളിന്റെ കോസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, നേരത്തെ കിട്ടിയ ഒരു മോട്ടോർ സൈക്കിളിന്റെ കോസ്റ്റാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അത്രയും മോട്ടോർ സൈക്കിളിന്റെ കോസ്റ്റ് കണ്ടു. ഇത് എന്ത് ചെയ്യാം? ഇനി ഡ്രാഗ് ചെയ്യാം. ഇത് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ ഡെസിമൽ പോയിന്റ്സ് ഉണ്ട്. ആ ഡെസിമൽ പോയിന്റ്സ് എന്ത് ചെയ്യാണ്? ഒന്ന് ഒഴിവാക്കി കൊടുക്കുകയാണ്. സോ ഡെസിമൽ പോയിന്റ്സ്, ഡെസിമൽസ് പോയി. ഓക്കെ, നമുക്ക് ഡെസിമൽസ് മാക്സിമം ഒഴിവാക്കി വൃത്തിയിൽ ചെയ്യാം കേട്ടോ. എപ്പോഴും വൃത്തിയിൽ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതാ? പറഞ്ഞേ. ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് കുറക്കണം. ഫിക്സഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എന്താവണം? കുറക്കണം. ഓക്കെ, അപ്പൊ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടോ നോക്കുക. ചിലപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവില്ല. ഫിക്സഡ് കോസ്റ്റ് ഉണ്ടോടാ? ഇവിടെ പറയുന്നുണ്ട് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, ഇൻക്രിമെന്റൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. അത് പെർ യൂണിറ്റിലാണോ തന്നിട്ടുള്ളത്? പെർ യൂണിറ്റിലാണോ? ഇല്ല. അല്ല, പെർ ഇയർ ആണ്. ടോട്ടലാ തന്നിട്ടുള്ളത് 120 മില്യൺ. ഓക്കെ, അപ്പൊ 3 zeros ഒഴിവാക്കിയിട്ട് എത്രയിൽ എടുക്കാം? 1,20,000. 1,20,000 എടുക്കട്ടോ. 120 മില്യൺ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് 3 zeros ഒഴിവാക്കിയ 1,20,000. ഓക്കെ, 3 zeros ഒഴിവാക്കിയ ഫിഗർ. അതിൽ 3 zeros ഒഴിവാക്കിയ 1,20,000. പക്ഷെ അത് ഇൻഫ്ലേഷൻ സംഭവിക്കുമോ? ഉണ്ട്. എത്ര ശതമാനം ഇൻഫ്ലേഷൻ ഉള്ളത്? 10% എന്തുണ്ട്? ഫിക്സഡ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഉണ്ട്. ഏത് വർഷം തൊട്ടാണ് ഇൻഫ്ലേറ്റ് ചെയ്യേണ്ടത്? സെക്കൻഡ് ഇയർ ഇയർ 2 തൊട്ടാണ് ഇൻഫ്ലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ഇയറിൽ ഇൻഫ്ലേഷൻ കാണിച്ചു 1,20,000. ഓക്കെ, സെക്കൻഡ് ഇയർ തൊട്ട് ഇൻഫ്ലേഷൻ വരും. അതായത് 1,20,000 ഇൻറ്റു എത്ര ശതമാനമാണ് ഇൻഫ്ലേഷൻ ഉള്ളത്? 10%. 10% ഇൻഫ്ലേഷൻ ഉണ്ട്. ഇൻറ്റു 1 + 0.10, അതായത് 10% ഇൻഫ്ലേഷൻ. ഓക്കെ, വേണമെങ്കിൽ 10% ഒന്ന് കൊടുക്കട്ടോ. അതിന് പകരം റേസ് ടു ദ പവർ എത്ര കൊടുക്കേണ്ടത്? റേസ് ടു ദ പവർ 1 കൊടുക്കണം. 1 കൊടുക്കണം. ഓക്കെ, ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. വേണ്ട, ആവശ്യമില്ല. ഓക്കെ, എൻഡ് അടിച്ചു. എടാ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. 1,20,000 അല്ലേ? ഇവിടെ 3 zeros വേണ്ടേ? വേണ്ടേ? 120 അല്ലേ? 120,000 3 zeros വേണം. ഇനി എന്ത് ചെയ്യാം? ഇത് ഡ്രാഗ് ചെയ്താൽ മതി. എന്ത് കിട്ടും? ഫിക്സഡ് കോസ്റ്റ് കിട്ടും കേട്ടോ. ഒരു തവണ ഇൻഫ്ലേറ്റ് ചെയ്തു, 2 തവണ ഇൻഫ്ലേറ്റ് ചെയ്തു, 3 തവണ ഇൻഫ്ലേറ്റ് ചെയ്തു. ഓരോ വർഷവും 10% കൂടി വരും. അതാണ് ഈ വാല്യൂ കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അല്ലടാ, ഓക്കെ. ഓക്കെ ഇത്രയും ചെയ്താൽ എന്ത് കിട്ടും? ടാക്സബിൾ ക്യാഷ് ഫ്ലോ ടാക്സബിൾ ക്യാഷ് ഫ്ലോ കിട്ടും. ടാക്സബിൾ ക്യാഷ് ഫ്ലോസ് കിട്ടും. ടാക്സബിൾ ക്യാഷ് ഫ്ലോ. സോ ഇതിന്റെയൊക്കെ സമ്മാണ് എന്ത്? ടാക്സബിൾ ക്യാഷ് ഫ്ലോ. ഞാൻ എന്ത് ചെയ്യാം? ഇതൊന്ന് ബോൾഡ് ആക്കാം. എന്നിട്ട് മീൻസ് ഇങ്ങനെയൊന്നും സമയം കളയരുത് എക്സാമിന്. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന. ഓക്കെ, എന്താവാ? ടാക്സബിൾ ക്യാഷ് ഫ്ലോ കിട്ടും. സോ ടാക്സബിൾ ക്യാഷ് ഫ്ലോ സെയിൽസ് വേരിയബിൾ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്ത ഫിഗർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? സമ്മ് ചെയ്താൽ മതി. സെയിൽസ് വേരിയബിൾ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റിലേക്ക് സമ്മ് ഈക്വൽ ടു SUM അടിക്കുക, സമ്മ് ചെയ്യാം. ഓക്കെ, സമ്മ് കിട്ടി. എന്നിട്ട് ഇത് ഡ്രാഗ് ചെയ്യാം. എന്ത് കിട്ടി? ടാക്സബിൾ ക്യാഷ് ഫ്ലോസ് കിട്ടി. ഓക്കെ, സെറ്റ് അല്ലേ? എല്ലാം വെറുതെ ഒന്ന് എടുത്ത് നോക്കോ. അതിന്റെ സമ്മന്നല്ലേ വന്ന് നോക്ക്. ഇനി ടാക്സ് ചെയ്യണോ? ടാക്സ് വേണ്ട. ചെയ്യണം. ഓക്കെ, വേണ്ട, ആവശ്യമില്ല കേട്ടോ. ടാക്സ് ചെയ്യണ്ട. ഇവിടെ ഇഗ്നോർ ടാക്സ്. ടാക്സ് ഇഗ്നോർഡ് ആണ്. ടാക്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണ്ട. ഓക്കെ, പിന്നെ ഏത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവാൻ സാധ്യത ഉള്ളത്? ടാക്സ് ഉണ്ടാവില്ല, ടാക്സ് സേവിങ്സ് ഉണ്ടാവില്ല. പിന്നെ ഏത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവാൻ സാധ്യത? വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കിക്കേ. നിങ്ങൾ വായിച്ചു നോക്കിയാ ഇവിടെ എന്ത് പറയില്ല? വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റി ഒന്നും പറയുന്നുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ആകെ 5 മാർക്കല്ലേ ഉള്ളൂ.
ആകെ 5 മാർക്കേ ഉള്ളൂ. വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഇനി ഏത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുക? വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ഏത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുക? ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇനി അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബാർ സ്ക്രാപ്പ് വാല്യൂ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബാർ സ്ക്രാപ്പ് വാല്യൂ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ? ഇവിടെ കൊടുത്തിട്ടുണ്ട് 220 മില്യൺ. 220 മില്യൺ. അതെങ്ങനെ എടുക്കാം? 3 zeros ഒഴിവാക്കിയാല് നെഗറ്റീവ് 220 നെഗറ്റീവ് 220 3 zeros. 3 zeros. ഓക്കെ, 220,000 അങ്ങനെ എടുക്കട്ടോ. സോ നെഗറ്റീവ് ഇയർ 0 എടുക്കണ്ടേ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും എഴുതിയുള്ള കാണിക്കേണ്ടത് ഇയർ 0. അപ്പോ നെഗറ്റീവ് 220,000. ഓക്കെ, സെറ്റ് അല്ലേ? സ്ക്രാപ്പ് വാല്യൂ എഴുതിയുള്ള കാണിക്കേണ്ടത് ഫൈനൽ ഇയർ ഫോർത്ത് ഇയർ. 4th ഇയർ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ കറക്റ്റ് മറുപടി പറഞ്ഞു. ഇൻ കേസ് നിങ്ങൾ അസ്യൂം ചെയ്യുക ഇവിടെ ടാക്സ് അരിയേഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാനൊരു 5th ഇയർ കൂടി ഇവിടെ കാണിച്ചിരുന്നു എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. അങ്ങനെയെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ഏത് ഇയറിലാണ് കാണിക്കേണ്ടത്? 4th ഇയർ. ഇപ്പോഴും 4th ഇയറിലാട്ടോ. 5th ഇയർ കാണിക്കരുത്. 5th ഇയറിൽ ആകെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. ഒന്നല്ല 2 അഡ്ജസ്റ്റ്മെന്റ്സ് വരാൻ സാധ്യതയുള്ളൂ. ഒന്ന് ടാക്സും ടാക്സ് അരിയേഴ്സും മാത്രമാണ്. എന്തുണ്ടാവില്ല? സ്ക്രാപ്പ് വാല്യൂ ഉണ്ടാവില്ല. സ്ക്രാപ്പ് വാല്യൂ എപ്പോഴും ക്വസ്റ്റനിൽ കൊടുത്തിട്ടുള്ള ഇയർ, ആ ഇയറിന്റെ അവസാനത്തിലായിരിക്കും സ്ക്രാപ്പ് വാല്യൂ ഉണ്ടാവുക. ഇവിടെ എത്ര സ്ക്രാപ്പ് വാല്യൂ വരുന്നത്? ഇവിടെ എത്ര സ്ക്രാപ്പ് വാല്യൂ വരുന്നത്? 30 മില്യൺ. 30 മില്യൺ. 30 മില്യൺ ആണ് സ്ക്രാപ്പ് വാല്യൂ. 30,000 ആയിട്ട് എടുക്കാം. അത് നെഗറ്റീവിലാണോ പോസിറ്റീവിലാണോ കാണിക്കേണ്ടത്? പോസിറ്റീവ്. പോസിറ്റീവ് ആണ് കാണിക്കേണ്ടത്. 30 മില്യൺ. സോ 30,000 എന്ത് ചെയ്യാം? പിന്നെ പോസിറ്റീവിൽ കാണിക്കുക 4th ഇയർ. ഓക്കെ, കാണിച്ചു. സെറ്റ് അല്ലേ? സെറ്റ് അല്ലടാ? Yes. ഇനി എന്ത് കിട്ടും? ഇനി വേറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല. ഇനി എന്ത് കാണണം? നെറ്റ് ക്യാഷ് ഫ്ലോ. നെറ്റ് ക്യാഷ് ഫ്ലോ. നെറ്റ് ക്യാഷ് ഫ്ലോ കാണണം. ഓക്കെ, സോ ഞാൻ നെറ്റ് ക്യാഷ് ഫ്ലോ കാണാൻ പോവാണ്. നെറ്റ് ക്യാഷ് ഫ്ലോ. സോ ഏതിന്റെയൊക്കെ സമ്മ നെറ്റ് ക്യാഷ് ഫ്ലോ? ഏതിന്റെയൊക്കെ ടാക്സബിൾ തൊട്ടിട്ടുള്ള ടാക്സബിൾ താഴെ. ക്യാഷ് ഫ്ലോ തൊട്ടിട്ട് ഇവിടെ ഒന്നുമില്ല. ഇവിടെ ആകെ 2 ഉള്ളൂ. സോ നെറ്റ് ക്യാഷ് ഫ്ലോ എന്ത് ചെയ്യാം? പിന്നെ ഇങ്ങനെ എടുത്തിട്ട് ഡ്രാഗ് ചെയ്യാം. നെറ്റ് ക്യാഷ് ഫ്ലോസ് കിട്ടി. നെറ്റ് ക്യാഷ് ഫ്ലോസ് കിട്ടി. ഇനി എന്താണ് കാണേണ്ടത്? നെറ്റ് ക്യാഷ് ഫ്ലോസ് കിട്ടിയ ഉടനെ നെറ്റ് ക്യാഷ് ഫ്ലോസ് കിട്ടിയ ഉടനെ ഇനി ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക? NPV കാണാം കേട്ടോ. ഡയറക്റ്റ്ലി NPV കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, NPV എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇക്വേഷൻ എന്തായിരുന്നുടാ? NPV കാൽക്കുലേഷൻ ഇക്വേഷൻ എന്തായിരുന്നു? ഈക്വൽ ടു പ്രസ് ചെയ്യുക, NPV എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കണം. ഡിസ്കൗണ്ട് റേറ്റ്. ഇവിടെ ഡിസ്കൗണ്ട് റേറ്റ് ഓക്കെ, എത്ര ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് എടുക്കണ്ടേ? പറഞ്ഞേ. 14%. 14%. 14%. അത് നോമിനൽ ഡിസ്കൗണ്ട് റേറ്റ് ആണ് പറഞ്ഞുള്ളത്. സോ സാധാരണ NPV പറഞ്ഞാൽ നോമിനൽ NPV ആണ്. അപ്പൊ നോമിനൽ ഡിസ്കൗണ്ട് റേറ്റ് തന്നെ എടുക്കണം. നോമിനൽ ഡിസ്കൗണ്ട് റേറ്റ് 14% ആണ്. സോ 14% കോമ എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ഇയർ 0 എല്ലാ ക്യാഷ് ഫ്ലോസും സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, പ്ലസ് ഇയർ 0 നെറ്റ് ക്യാഷ് ഫ്ലോ അത് കൊടുക്കട്ടോ. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? NPV കിട്ടും. NPV കിട്ടും. സോ എൻ്റെ ഇതിൽ ഇങ്ങനെ വന്ന് എന്തോ പെർസെൻറ്റേജ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? അത് നമ്പറിലേക്ക് മാറ്റി കൊടുത്തു. NPV കിട്ടി. എടാ ഈ പ്രൊജക്ട് ആക്സെപ്റ്റ് ചെയ്യണോ? അക്സെപ്റ്റ് ചെയ്യണം. കാരണം പോസിറ്റീവ് NPV അത് ഞാൻ എഴുതി കൊടുക്കണോ? എഴുതണം. എഴുതണം കേട്ടോ. കാരണം അവരെന്ത് ചെയ്തിട്ടില്ല? മീൻസ് കാൽക്കുലേറ്റ് ദ ഫോളോയിങ് എന്നാ പറഞ്ഞത്. താഴെ പറയുന്ന ആളുകൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ മീൻസ് ഇത് എടുക്കണോ വേണ്ടത് എന്ത് ചെയ്യണ്ട? എഴുതി കൊടുക്കണ്ട. കാൽക്കുലേഷൻ മാത്രം ചെയ്താൽ മതി. 5 മാർക്ക് ഉള്ളൂ. ഓക്കെ, ഇനി NPV കണ്ടു. ഇത്രയും ചെയ്താൽ 5 മാർക്ക് കിട്ടും. ഇത്രയും ചെയ്താൽ 5 മാർക്ക് കിട്ടും. സോ എല്ലാവരും ഇത്രയും ചെയ്തോ? കിട്ടിയോ? ഈ വാല്യൂ കിട്ടിയോ? യെസ്. കിട്ടി. ഓക്കെ, ഇനി NPV കണ്ടു. രണ്ടാമത്തെ ക്വസ്റ്റൻ ഏതാ? രണ്ടാമത്തെ ക്വസ്റ്റൻ ഏതായിരുന്നു? IRR. IRR കാണും. IRR കാണാൻ ആകെ 2 മാർക്കേ ഉള്ളൂ. അതെന്തായിരിക്കും റീസൺ? ക്യാഷ് ഫ്ലോസ് ഒക്കെ ഓൾറെഡി കിട്ടിയല്ലോ. ഓൾറെഡി ക്യാഷ് ഫ്ലോസ് കിട്ടിയിട്ടുണ്ട്. നെറ്റ് ക്യാഷ് ഫ്ലോസ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് കണ്ടാൽ മതി. ഓക്കെ, സോ ആക്ച്വലി ഞാൻ ഇവിടെ എഴുതാൻ മറന്നു. ഞാൻ എന്ത് ചെയ്യാം? ഇത് ഒന്ന് താഴോട്ടാക്കുന്നുണ്ട്. സോ ഇത് NPV ആയിരുന്നു. NPV കാൽക്കുലേഷൻ ആയിരുന്നു നമ്മൾ ആദ്യം ചെയ്തത്. റിക്വയർമെന്റ് A NPV കാൽക്കുലേഷൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് IRR ആണ്. റിക്വയർമെന്റ് 2 IRR കാൽക്കുലേഷൻ ആണ്. IRR. ഓക്കെ, IRR കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെ IRR കാൽക്കുലേറ്റ് ചെയ്യാം? ഇനി നെറ്റ് ക്യാഷ് ഫ്ലോസ് ഇനി കാണണോ? നെറ്റ് ക്യാഷ് ഫ്ലോസ് ഇനി കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്താ IRR ഇക്വേഷൻ എന്താ പറഞ്ഞത്? ഈക്വൽ ടു IRR പിന്നെ ബ്രാക്കറ്റിൽ ക്യാഷ് ഫ്ലോസ്. IRR ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇയർ 0 എല്ലാ ക്യാഷ് ഫ്ലോസ് സെലക്ട് ചെയ്യണം. ശരിയോ തെറ്റോ? എല്ലാ ഇയർ 0 അങ്ങനെ ഇല്ല കേട്ടോ. എല്ലാ ക്യാഷ് ഫ്ലോസ് ഇയർ 0 തൊട്ടുള്ള എല്ലാ ക്യാഷ് ഫ്ലോസും സെലക്ട് ചെയ്യണം. എല്ലാം സെലക്ട് ചെയ്യണം. നെറ്റ് ക്യാഷ് ഫ്ലോസ്.
സോ ഈക്വൽ ടു IRR ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എല്ലാ നെറ്റ് ക്യാഷ് ഫ്ലോ സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. എത്ര കിട്ടും IRR? 18%. IRR കിട്ടുന്നത് 18% ആണ്. NPV കിട്ടി, അതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടി? IRR കിട്ടി കേട്ടോ. NPV കിട്ടി, അതേപോലെ നമുക്ക് എന്ത് കിട്ടി? IRR കിട്ടി. ഓക്കെ, അതുകൊണ്ടാണ് 2 മാർക്ക്. അതുകൊണ്ടാണ് 2 മാർക്ക് കേട്ടോ. ഓക്കെ, എത്ര എളുപ്പം കിട്ടുന്ന. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Payback period. പേബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. പേബാക്ക് പീരീഡ്. ഓക്കെ, അപ്പൊ ഞാൻ റിക്വയർമെന്റ് 3 ചെയ്യാൻ പോവാണ്. പേബാക്ക് പീരീഡ് കാൽക്കുലേഷൻ. പേബാക്ക് പീരീഡ് ആണ് ഇനി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പേബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞ സംഭവം വേണം. ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ ഞാൻ എന്ത് ചെയ്യുക? ഇവിടെ ഈ നെറ്റ് ക്യാഷ് ഫ്ലോസ് ഒക്കെ എടുക്കുകയാണ്. ഈ നെറ്റ് ക്യാഷ് ഫ്ലോസ് ഒക്കെ ഇവിടെ എടുക്കുകയാണ്. സോ ഞാൻ എന്ത് ചെയ്തു? നെറ്റ് ക്യാഷ് ഫ്ലോസ് ഒക്കെ എടുത്തു. എന്നിട്ട് ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ ആണ്. ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ. പിന്നെ എന്താ ടോട്ടൽ നെറ്റ്, അതായത് നെറ്റ് ക്യാഷ് ഫ്ലോ, അത് ക്യുമുലേറ്റ് ചെയ്ത് വരുന്നത്, അത് കഴിഞ്ഞ വർഷത്തിനും കൂടി കൂട്ടി ഈ വർഷം എത്ര ക്യാഷ് ഫ്ലോ വരുന്നുണ്ട് നോക്കാം. ആദ്യത്തെ വർഷം ഇയർ 0 ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എത്രയാ? ഈ എമൗണ്ട് തന്നെയാ, സെയിമാ, പ്രശ്നമില്ല, സെയിം എമൗണ്ട്. അതായത് നെറ്റ് ആകെ നമുക്ക് വരുന്ന ക്യാഷ് ഫ്ലോ 22 മീൻസ് 2,20,000 നെഗറ്റീവ് ആണ് ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ. അടുത്ത ഇയറിൽ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ, അതായത് ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് വരുന്ന ക്യാഷ് ഫ്ലോ, ഈ വാല്യൂ ഉണ്ടാവും, പ്ലസ് അതിനോട് കൂടി എന്തും കൂടി വരും, പ്ലസ് അതിനോട് കൂടി ഈ വർഷത്തെ ക്യാഷ് ഫ്ലോയും കൂടി വരും. ഓക്കെ, മൈനസ് ഒരു വാല്യൂ വന്നു, മൈനസ് 1,90,000 വന്നു. അത് ക്യുമുലേറ്റീവ്, അത് 2,20,000 ഔട്ട്ഫ്ലോ ഉണ്ടായിരുന്നു, അതിലേക്ക് 30,000 ഇൻഫ്ലോ വന്നു. സോ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എത്രയാ? 1,90,000 ആണ് ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ. ഇത് ഒന്നും കൂടി ഡ്രാഗ് ചെയ്തു. അപ്പൊ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എത്രയായി? ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ പറഞ്ഞാൽ ആകെ മൊത്തം എത്ര കയ്യിൽ നിന്ന് പോയി. ഇവിടെ ഈക്വൽ ടു പ്രസ് ചെയ്യുക. കയ്യിൽ നിന്ന് പോയ മീൻസ് ആകെ നമുക്ക് എത്രയാണ് കയ്യിൽ നിന്ന് പോയതാണോ ഉള്ളതാണോ നോക്കുക. ഓക്കെ, വന്നതാണോ നോക്കുക. ഇവിടെ കയ്യിൽ നിന്ന് പോയതാണ് എത്ര? 2,20,000 പോയി. സോ നെഗറ്റീവ് ആണ്, ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ഇല്ല. അടുത്ത വർഷം ഈ 2,20,000 പോയി കിടക്കാണ്, പക്ഷെ അതിലേക്ക് എന്ത് ചെയ്യണം? 30,000 ഇൻഫ്ലോ വന്നു കേട്ടോ. 30,000 ഇൻഫ്ലോ വന്നു. സോ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് നെറ്റ് പോയത് 1,90,000 പോയി കിടക്കണം, നെഗറ്റീവ് ഇല്ല. ഓക്കെ, ഇത് അടുത്ത വർഷത്തേക്ക് ഡ്രാഗ് ചെയ്താൽ നെറ്റ് പോയി കിടക്കുന്നത് എത്രയാ? 35,800 ആണ്. 35,800 ആണ് പോയി കിടക്കുന്നത്. ഓക്കെ, നെഗറ്റീവിലാണ് ഇപ്പോഴും ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ. തൊട്ട് അടുത്ത വർഷത്തേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? പോസിറ്റീവ് ആകുന്നുണ്ട്. ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആകുന്നുണ്ട്, ഇല്ലേ? അപ്പോ എപ്പോഴാണ് നമ്മൾ ഇറക്കിയ 2,20,000 കവർ ആവുന്നത്? ഏത് വർഷം? തേർഡ് ഇയറിലല്ലേ? തേർഡ് ഇയറിലാണ് കവർ ആവുന്നത്. ഓക്കെ, ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ. അപ്പൊ ഞാൻ ഡിസ്കൗണ്ടഡ് പേബാക്ക് പീരീഡ് കാണാണ്. പേബാക്ക് പീരീഡ് ചെറുതൊന്നുകൂടെ പറയൂ. ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ. ഓക്കെ, ഞാൻ പറയാം. ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ മൊത്തം എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുന്നത്. ഇയർ 0 2,20,000 പോയി കിടക്കുക. ഇയർ 1 2,20,000 പോയി പ്ലസ് 30,000 എന്ത് ചെയ്തു? ഇൻഫ്ലോ വന്നു, ആഡ് ചെയ്തു. ഓക്കെ, അതിന്റെ മീനിങ് ഇപ്പൊ ടോട്ടൽ നമ്മൾ 1,90,000 നെഗറ്റീവിലാണ് ക്യാഷ് ഫ്ലോ കിടക്കുന്നത്. അതിനാണ് ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയാം. ഇത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ വീണ്ടും എന്താവും? ടോട്ടൽ എത്രയാണ് നമ്മളെ ക്യാഷ് ഫ്ലോ കിടക്കുന്നത്? ഇപ്പോഴും നെഗറ്റീവിലാണ്. ഒന്നും കൂടി ഡ്രാഗ് ചെയ്ത് നോക്കി, ഇപ്പൊ എന്താവുന്നുണ്ട്? പോസിറ്റീവ് ആവുന്നുണ്ട്. അതായത് 0 കഴിഞ്ഞു പോയി, ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ 0 കടന്നു പോയി കേട്ടോ. ഓക്കെ, സോ ഈ പോയിന്റിൽ എന്ത് ചെയ്തു? 0 കഴിഞ്ഞു പോയി ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ. നെഗറ്റീവിലായിരുന്നു, നെറ്റ് നമ്മളെ കയ്യിൽ നിന്ന് പോയി കിടക്കുന്നു പൈസ. 2,20,000 പോയി കിടക്കുന്നു. അപ്പൊ 30,000 വന്നു. ഇപ്പോൾ 1,90,000 നെഗറ്റീവ് ആയി. അതിലേക്കാണ് പിന്നെ 1,54,200 വന്നത്. അപ്പോൾ നെഗറ്റീവിലാണ് ഇപ്പോഴും ക്യാഷ് ഫ്ലോ. അടുത്ത വർഷം 1,24,464 വന്നപ്പോൾ എന്തായി? പോസിറ്റീവ് ആയി. ഓക്കെ, സോ പേ ബാക്ക് പീരീഡ് കാണാം, ഏത് പോയിന്റിലാണ് പോസിറ്റീവ് ആവുന്നത് നോക്കുക. ഓക്കെ, പേ ബാക്ക് പീരീഡ് കാണുമ്പോൾ ഈക്വൽ ടു പ്രസ് ചെയ്യുക. ഏത് ഇയറിലാണ് പോസിറ്റീവ് ആവുന്നത് നോക്കുക. ഏത് ഇയറിലാണ് പോസിറ്റീവ് ആവുന്നത്? തേർഡ് ഇയറിലാണ്. അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം, രണ്ടാമത്തെ വർഷം, 2 ഇയേഴ്സ്. അപ്പൊ പേ ബാക്ക് പീരീഡ് ആവുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാട്ടോ. അത് ഇയർ 0 മീൻസ് പേ ബാക്ക് പറഞ്ഞാൽ ഇറക്കിയ പൈസ 2,20,000 കവർ ആവുന്നത് ഇയർ 2ലാണ്. പക്ഷെ ഇയർ 2 കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കൂടി ഉണ്ട്. ആ മാസങ്ങൾ എങ്ങനെ കാണുക? ആർക്ക് പറയാൻ പറ്റും? 100 ഡിവൈഡഡ് ബൈ 15,4,200 ഇതേപോലെ എത്രയാ? ലാസ്റ്റ് മൈനസ് ചെയ്യുന്നില്ലേ? ആ, അതേ ഡിവൈഡഡ് ബൈ 1,54,200. 1,54,200 അല്ല, ഈ വാല്യൂ, അതായത് ഇത്രയും കൂടി വന്നാൽ മതിയായിരുന്നു. 35,800 കൂടി വന്നാൽ എന്താവും? 0 പേ ബാക്ക് ആവും. പക്ഷെ യഥാർത്ഥത്തിൽ വന്നത് എത്രയാ? 1,24,464 യഥാർത്ഥത്തിൽ വന്നു. 35,800 കൂടി വന്നാൽ മതിയായിരുന്നു. അടുത്ത വർഷം എന്താവും? 0 ആകുമായിരുന്നു. പക്ഷെ 1,24,464 വന്നു കേട്ടോ. സോ ഇവിടെ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ വാല്യൂ നെഗറ്റീവ് വരും. ആ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തോ? വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തോ.
35,700 കേട്ടോ. നമുക്ക് ആൻസർ എന്ത് ചെയ്യാൻ പാടില്ല, നെഗറ്റീവിൽ വരാൻ പാടില്ല. അതുകൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? എടാ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ അവിടെ നെഗറ്റീവ്, അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത വാല്യൂ നെഗറ്റീവ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ആ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 35,700 അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? പേ ബാക്ക് പീരീഡ് കിട്ടും. അതായത് 2 വർഷവും 2.28 ഇയേഴ്സ്, ഇത്രയും ഇയേഴ്സ് കൊണ്ടാണ് എന്താവുന്നത്? 2.29 ഇയേഴ്സ്, ഇത്രയും ഇയേഴ്സ് കൊണ്ടാണ് ഞാൻ ഇറക്കിയ പൈസ തിരിച്ചു കിട്ടുന്നത് അല്ലേ? ഇത്രയും ഇയേഴ്സ് കൊണ്ടാണ് ഞാൻ ഇറക്കിയ പൈസ എനിക്ക് എന്താവുന്നത്? തിരിച്ചു കിട്ടുന്നത് കേട്ടോ. അത് കാണുന്ന മെത്തേഡാ ഇങ്ങനെ. ഡൗട്ട് ഉണ്ടോ? സാർ ഇത് മന്തിലേക്ക് ആക്കാനാണോ പറഞ്ഞത്? അറിയില്ലല്ലോ. മന്തിലേക്ക് അവർ പറഞ്ഞിട്ടില്ല. അവരെന്തേ പറഞ്ഞിട്ടുള്ളൂ? പേ ബാക്ക് പീരീഡ് കാണാനേ പറഞ്ഞിട്ടുള്ളൂ. മന്തിലേക്ക് ആക്കി കൊടുക്കണ്ട കേട്ടോ. എടാ ഈ മന്തിലേക്ക് ആക്കാൻ ഇത്ര വലിയ പണിയുണ്ടോ? സിമ്പിൾ അല്ലേ? ഇത് എത്ര വർഷം? 2 ഇയേഴ്സ്, 2 വർഷമാണ്, 2 ഇയേഴ്സ് ആണ്. ഇനി അത് ഞാൻ മന്തിലേക്ക് ബാക്കി വരുന്ന 0.29, 2 വർഷവും 0.29 ഇയേഴ്സ് ഉണ്ട്, അതിനെ ഞാൻ മന്തിലേക്ക് ആക്കുകയാണ്. സോ എത്ര മന്ത് കാണേണ്ടി വരും? 2 ഇയേഴ്സും. എങ്ങനെ മന്ത് കാണുക? 0.29, അതായത് 2 വർഷവും 0.29 ഇയേഴ്സ് ആണ്. 0.29 into 12 അടിച്ചാൽ മതി. എന്ത് കിട്ടും? 3.48. അതായത് 2 വർഷവും 3.48 മാസം കേട്ടോ. അല്ലെങ്കിൽ 2 വർഷവും 3 മാസവും അല്ലെങ്കിൽ 4 മാസമൊക്കെ എടുക്കാം. ഓക്കെ, 2 വർഷവും 3 മാസം, ഇവിടെ ഏറ്റവും നല്ല 3 മാസമാണ്. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 3 മാസം. സോ 2 വർഷവും 3 മാസം കേട്ടോ. ഓക്കെ, മന്ത് കാണാൻ സ്പെസിഫിക് ആയിട്ട് പറയോ? മന്ത് കാണാൻ സ്പെസിഫിക് ആയിട്ട് പറയും. പറയുന്നില്ലെങ്കിൽ മന്ത് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കണ്ടു? പേ ബാക്ക് പീരീഡും കണ്ടു. പേ ബാക്ക് പീരീഡും കണ്ടു. ഇങ്ങനെ സെക്ഷൻ സിയിൽ പേ ബാക്ക് പീരീഡ് ചോദിച്ചാൽ ആദ്യം നെറ്റ് ക്യാഷ് ഫ്ലോസ് കാണുക, എന്നിട്ട് ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ കാണുക. എവിടെയാണോ പോസിറ്റീവ് ആകുന്നത് അവിടെ നിൽക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? പിന്നെ ഈക്വൽ ടു പ്രസ് ചെയ്യുക. പേ ബാക്ക് പീരീഡ് ഈക്വൽ ടു പ്രസ് ചെയ്യുക. 2 ഇയേഴ്സ് ഉണ്ട്, പ്ലസ് 37,800 കൂടി വന്നാൽ മതിയായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ വന്നത് എത്ര? 1,24,464 യഥാർത്ഥത്തിൽ വന്നു. ഓക്കെ, എൻ്റർ അടിച്ചു. 2.29 ഇയേഴ്സ് പേ ബാക്ക് പീരീഡ് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇത്രയും നേരെ കുഴപ്പമില്ല, പക്ഷെ അടുത്ത ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താ? ROC ആണ് കാണാൻ പറഞ്ഞത്, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ബേസ്ഡ് ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ബേസിലാണ്. ഈ 3 ആളുകൾക്കും ഉള്ള ഒരു കാര്യം അല്ല ഇവർക്കുള്ളത്. ROC ഉള്ളത് എന്താണ്? പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് ആണ്. ഇവര് 3 പേര് എന്താ യൂസ് ചെയ്യുന്നത്? ഈ 3 ആൾക്കാരും ഇവര് ക്യാഷ് ഫ്ലോ ആണ് യൂസ് ചെയ്യുന്നത്. ഇയാൾ മാത്രമേ ഏതാ? പ്രോഫിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം? ക്യാഷ് ഫ്ലോനെ എന്തിലേക്ക് മാറ്റണം? പ്രോഫിറ്റിലേക്ക് മാറ്റണം. വേണ്ടേ? വേണ്ടടാ? ഓക്കെ, വേണട്ടോ. സോ ക്യാഷ് ഫ്ലോനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റിലേക്ക് മാറ്റണം. സോ അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യാണ്. അടുത്ത റിക്വയർമെന്റ് ചെയ്യാണ്. എന്താ? ROC, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ROC കാണുന്ന ഇക്വേഷൻ എന്താടാ? Average profit. പറഞ്ഞേ. PBIT by capital. ആവറേജ് PBIT ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത് അല്ലെ? ആവറേജ് PBIT ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് വേണ്ട ഇക്വേഷൻ വേണ്ടത് ആവറേജ് PBIT, അതായത് ആവറേജ് പ്രോഫിറ്റ് എത്ര വർഷമാണോ അത്ര വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ആവറേജ് പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയില്ല. ആവറേജ് പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയില്ല. ആവറേജ് പ്രോഫിറ്റ് കാണുന്ന ഇക്വേഷൻ എന്താടാ? ആവറേജ് പ്രോഫിറ്റ് കാണുന്ന ഇക്വേഷൻ എന്താ? നമ്മൾ എഴുതിയതല്ലേ? ടോട്ടൽ പ്രോഫിറ്റ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്യുക കേട്ടോ. ടോട്ടൽ പ്രോഫിറ്റ് എടുക്കുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്യാം. ഓക്കെ, ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടില്ലെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടാൻ ഒരു വഴിയുണ്ട്. ക്യാഷ് ഫ്ലോസ് നമുക്ക് കിട്ടി, അത് വെച്ചിട്ട് പ്രോഫിറ്റ് കിട്ടാൻ ഒരു വഴിയുണ്ട്. എന്താ വഴി? ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക. ടോട്ടൽ ക്യാഷ് ഫ്ലോസിൽ നിന്ന് എന്ത് ചെയ്യുക? ടോട്ടൽ ഡിപ്രിസിയേഷൻ കുറച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ക്യാഷ് ഫ്ലോസ് കാണണം. ടോട്ടൽ ക്യാഷ് ഫ്ലോസ് കാണണം. അതിൽ നിന്നും എന്ത് ഡിഡക്ട് ചെയ്യണം? ടോട്ടൽ ഡിപ്രിസിയേഷൻ ഡിഡക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എടാ ക്യാഷ് ഫ്ലോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ ഡിഡക്ട് ചെയ്താലാണ് എന്ത്? പിന്നെ പ്രോഫിറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ എന്ത് കിട്ടും? ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. ആ ടോട്ടൽ പ്രോഫിറ്റിനെ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ആവറേജ് പ്രോഫിറ്റ് കിട്ടും. സോ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ ആവറേജ് ഒരു വർഷത്തെ പ്രോഫിറ്റ് എന്താവും? കിട്ടും കേട്ടോ. ആവറേജ് പ്രോഫിറ്റും കിട്ടും. സെറ്റ് അല്ലേ? ഓക്കെ, ആവറേജ് പ്രോഫിറ്റും കിട്ടും. അത് കഴിഞ്ഞാൽ അതിന് എന്തായിട്ടും ഡിവൈഡ് ചെയ്താൽ മതി? ആവറേജ് ഇൻവെസ്റ്റ്മെന്റിനേറ്റും ഡിവൈഡ് ചെയ്താൽ മതി. ആവറേജ് ഇൻവെസ്റ്റ്മെന്റിനേറ്റും ഡിവൈഡ് ചെയ്താൽ മതി. എടാ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ടോട്ടൽ ക്യാഷ് ഫ്ലോസ് എടുക്കുമ്പോൾ ഓക്കെ, ഏത് ക്യാഷ് ഫ്ലോസിന്റെ ടോട്ടൽ എടുക്കണ്ടേ? നെറ്റ് ക്യാഷ് ഫ്ലോ ആണോ? നെറ്റ് ക്യാഷ് ഫ്ലോ ആണോ? ശ്രദ്ധിക്കണേ.
അല്ല കേട്ടോ, എപ്പോഴും എടുക്കേണ്ടത് ടാക്സബിൾ ക്യാഷ് ഫ്ലോസിന്റെ ആണ് ഇവിടെ ടോട്ടൽ ക്യാഷ് ഫ്ലോസ് എടുക്കേണ്ടത്. ROCന്റെ ക്വസ്റ്റനിൽ നിങ്ങൾ എടുക്കേണ്ടത് ടാക്സബിൾ ക്യാഷ് ഫ്ലോ കേട്ടോ, എന്തല്ല നെറ്റ് ക്യാഷ് ഫ്ലോസ്. ഇത് ഇവിടെ ഡിപ്രീസിയേഷൻ എഫക്ട് ആയിട്ടില്ലല്ലോ, അപ്പൊ അത് പേയ്മെന്റ് അല്ലേ? എവിടെ മറ്റേ അല്ല tax ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ അങ്ങനെ? ഇവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും സ്ക്രാപ്പ് വാല്യൂ ഉള്ള അഡ്ജസ്റ്റ്മെന്റ് ഇല്ലേ, അത് നമ്മൾ ചെയ്യണ്ട, അത് കൺസിഡർ ചെയ്യണ്ട. അത് കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, എപ്പോഴും ടാക്സബിൾ ക്യാഷ് ഫ്ലോ ഈ ക്യാഷ് ഫ്ലോസ് എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ടോട്ടൽ ക്യാഷ് ഫ്ലോസ് എടുക്കുകയാണ് ഈക്വൽ ടു SUM എന്ത് ചെയ്യാ, ഇതിന്റെ സമ്മ്, ടാക്സബിൾ ക്യാഷ് ഫ്ലോസിന്റെ സമ്മ്, അതാണ് ടോട്ടൽ ക്യാഷ് ഫ്ലോസ് ആയിട്ട് എടുക്കേണ്ടത്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സ്ക്രാപ്പ് വാല്യൂ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും, ആവറേജ് ഇൻവെസ്റ്റ്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ടോട്ടൽ ക്യാഷ് ഫ്ലോസ് കിട്ടി. ഇനി ടോട്ടൽ ഡിപ്രിസിയേഷൻ കാണണം. എങ്ങനെ ടോട്ടൽ ഡിപ്രിസിയേഷൻ കാണാൻ പറ്റുക? ഇൻവെസ്റ്റ്മെന്റ് ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്, അത് 4 വർഷം കഴിയുമ്പോൾ 30,000 ആവും. അപ്പൊ ടോട്ടൽ പിന്നെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് അത് കുറച്ചാ പോരെ, ആ ടോട്ടൽ ഡിപ്രിസിയേഷൻ ആണ് കണ്ടത്. ടോട്ടൽ ഡിപ്രിസിയേഷൻ 4 വർഷം ആകെ മൊത്തത്തിൽ ഡിപ്രിസിയേഷൻ ആയിരുന്നു. ഓക്കെ, 2,20,000 ആയിരുന്നു എന്ത് ഇനീഷ്യലി വന്നത്, പക്ഷെ 4 വർഷം കൊണ്ട് എത്രയായി, 30,000 ആയി മാറി. അപ്പൊ എത്ര ഡിപ്രിസിയേറ്റ് ചെയ്ത് പോയി, 1,90,000 ഡിപ്രിസിയേറ്റ് ചെയ്ത് പോയി അല്ലേ? സോ ടോട്ടൽ ക്യാഷ് ഫ്ലോസ് കണ്ടു, ടോട്ടൽ ഡിപ്രിസിയേഷൻ കണ്ടു. ടോട്ടൽ ക്യാഷ് ഫ്ലോസിൽ നിന്ന് ടോട്ടൽ ഡിപ്രിസിയേഷൻ കുറച്ച ഫിഗർ ആണ് എന്ത്, ടോട്ടൽ പ്രോഫിറ്റ്. അതായത് 4 വർഷത്തെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ക്യാഷ് ഫ്ലോയിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാലാണ് എന്ത് കിട്ടുക, ടോട്ടൽ പ്രോഫിറ്റ് കിട്ടുക അല്ലടാ? ഡിപ്രിസിയേഷൻ സുഖല്ലേ? എന്താ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഞാൻ എന്ത് കുറച്ചു, ടോട്ടൽ വന്ന ഡിപ്രിസിയേഷൻ, അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 2,20,000 ആണ്. ഓക്കെ, അതിൽ നിന്നും 30,000 എന്ത് ചെയ്തു, ഡിപ്രിസിയേഷൻ കുറച്ചു, മീൻസ് സ്ക്രാപ്പ് വാല്യൂ കുറച്ചു. അത്രയും വാല്യൂ അല്ലേ ഈ 4 വർഷം കൊണ്ട് ഡിപ്രിസിയേറ്റ് ചെയ്ത് പോയ വാല്യൂ എന്ന് പറഞ്ഞാൽ 2,20,000 നിന്ന് 30,000 കുറച്ച ഫിഗറാ അല്ലേ? അതാണ് ടോട്ടൽ ഡിപ്രിസിയേഷൻ. സെറ്റ് അല്ലടാ? അല്ലേ? എടാ ഡൗട്ട് ഉണ്ടോ? ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ഇനീഷ്യലി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് 2,20,000, അത് 4 വർഷം കഴിഞ്ഞപ്പോൾ 30,000 ആയി മാറി. അതിന്റെ മീനിങ് എന്താ, അത്രയും പൈസ ഡിപ്രിസിയേറ്റ് ചെയ്ത് പോയി. ഓക്കെ, സോ ടോട്ടൽ ഡിപ്രിസിയേഷൻ അത് ടോട്ടൽ പ്രോഫിറ്റിന്റെ അകത്തുനിന്ന് ടോട്ടൽ ക്യാഷ് ഫ്ലോസിന്റെ അകത്തുനിന്ന് എന്ത് ഡിഡക്ട് ചെയ്താൽ മതി, ഡിപ്രിസിയേഷൻ കുറച്ചാൽ മതി. അപ്പൊ എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ പ്രോഫിറ്റ് കിട്ടും. ടോട്ടൽ ക്യാഷ് ഫ്ലോസിന്റെ അകത്ത് ഡിപ്രിസിയേഷൻ കുറച്ചാൽ പ്രോഫിറ്റ് കിട്ടും. അതാണ് ടോട്ടൽ ക്യാഷ് ഫ്ലോ മൈനസ് ടോട്ടൽ ഡിപ്രിസിയേഷൻ, ടോട്ടൽ പ്രോഫിറ്റ് കിട്ടി. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ടോട്ടൽ പ്രോഫിറ്റ് കണ്ടേ, ആവറേജ് പ്രോഫിറ്റ് കിട്ടണം. സോ ടോട്ടൽ പ്രോഫിറ്റ് യൂസ് ചെയ്തിട്ട് ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കാണാൻ പറ്റുക, എങ്ങനെ കാണാൻ പറ്റും? Divide by number of years. ടോട്ടൽ പ്രോഫിറ്റ് എന്ത് ചെയ്താൽ മതി, എത്ര വർഷം ഉണ്ട്, ഇത് 4 വർഷത്തെ എന്താണ് പ്രോഫിറ്റ് ആണ്. നമ്മൾ ഒരു വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് എത്രയാണ് കാണണം, ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്തു. ഓക്കെ, ഇതാണ് ആവറേജ് ഒരു വർഷത്തെ പ്രോഫിറ്റ്. ഓക്കെ, ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ കാണുക, ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ബൈ 2. ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കാണുന്ന ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഫസ്റ്റ് പഠിച്ചിരുന്നു, പഠിക്കണം കേട്ടോ. ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2, ഇതല്ലായിരുന്നു ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വേഷൻ. സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയ 2,20,000 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ആയ 30,000 ഡിവൈഡഡ് ബൈ 2, ഇങ്ങനെ ചെയ്യണേ. ഈ 2,20,000ഉം 30,000 എന്ത് ചെയ്യുക, ബ്രാക്കറ്റിനകത്ത് ഇടുക. അതാണ് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടി. ഇനി ഇത്രയും കിട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ, ROC കിട്ടൂലേ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കിട്ടൂലേ? ROC കിട്ടത്തില്ലേ? കിട്ടും. ഓക്കെ, ROCന്റെ ഇക്വേഷൻ എന്താ, ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ബേസിൽ കാണുന്നു പറഞ്ഞു കേട്ടോ. സോ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100 ചെയ്യേണ്ട, ഇവിടെ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, പെർസെന്റേജിലേക്ക് മാറ്റി കൊടുത്താൽ മതി. എത്ര കിട്ടുന്നത്, 20.4. ഇതാണ് ROC, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. എടാ ഫസ്റ്റിൽ പഠിപ്പിച്ച ഇക്വേഷൻസ് ഒക്കെ പഠിക്കണേ. 20.4 എല്ലാവർക്കും വാല്യൂ കിട്ടിയോ? 20.4. യെസ്, കിട്ടി. ഓക്കെ, സോ ഇത്ര ചെയ്താൽ എത്ര മാർക്ക് കിട്ടും എന്ന് പറഞ്ഞേ, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞേ. 11. എത്ര കിട്ടും? 5ഉം 2ഉം 1ഉം 3ഉം 7 1ഉം 8 11 മാർക്ക് കിട്ടി കേട്ടോ. കാൽക്കുലേഷൻ മാത്രമാണ്, വേറെ ഒന്നും കമന്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. 11 മാർക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് അടുത്തൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ടെക്നിക് യൂസ്ഡ് ഇൻ എയിൽ യൂസ് ചെയ്ത ഓരോ ടെക്നിക്കിന്റെയും സ്യൂട്ടബിലിറ്റി എത്രത്തോളം സ്യൂട്ടബിൾ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, പറയണം. ഓക്കെ, ഫോർ ഡിറ്റർമൈനിങ് വെദർ ടു അണ്ടർടേക്ക് ആൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് അഡ്വൈസ് വെദർ മെൽറ്റാഷ് കമ്പനി പ്രപ്പോസൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഫൈനാൻഷ്യലി അക്സെപ്റ്റബിൾ.
നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും, അതായത് NPV, IRR, പേ ബാക്ക് പീരീഡ്, ROC, ഇതൊക്കെ എത്രമാത്രം സൂട്ടബിൾ ആണ് എന്ന് പറയണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ആ പ്രൊജക്ട് ചെയ്യണോ വേണ്ടെന്ന് എന്ത് ചെയ്യണം, അഡ്വൈസും ചെയ്യണം. എന്റെ ക്വസ്റ്റ്യൻ, ഇത്രയും മെത്തേഡ് ഉണ്ട്, ഇതിൽ ഏറ്റവും നല്ല മെത്തേഡ് ഏതാ? ഏറ്റവും നല്ല മെത്തേഡ് ഏതാ? NPV അല്ലേ? അതിന്റെ റീസൺ എന്താ? Absolute measure. NPV എന്ന് പറയുന്നത് അബ്സല്യൂട്ട് മെഷർ ആണ്. ഏതാ? ഡിസിഷൻ എടുക്കാൻ ഏറ്റവും നല്ലത് NPV ആണ്. പക്ഷെ അവർ ചോദിച്ചത് എല്ലാ ടെക്നിക്കിന്റെയും സൂട്ടബിലിറ്റി എഴുതണം, അത് സൂട്ട് ആവുമോ ഇല്ലയോ എന്നൊക്കെ എഴുതണം കേട്ടോ. സോ എന്ത് ചെയ്യാണ്, തിയറി ചെയ്യാണ്. അത് തിയറി ചെയ്യുന്ന സമയത്ത് ഓരോ ടെക്നിക്കിനെ കുറിച്ച് എഴുതണം. സോ ബി ചെയ്യാണ്. ബി ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നമ്മൾ ഓരോ ടെക്നിക്ക് എഴുതുക. ഫസ്റ്റത്തെ ടെക്നിക്ക് ഏതായിരുന്നു? NPV നെ കുറിച്ച് എഴുതുക. ഇവിടെ ടോട്ടൽ 9 മാർക്കാണ്. 9 മാർക്കാണ്. അതെങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക? 4 ടെക്നിക്ക് ഉണ്ട്, ഓരോന്നിനും 2 മാർക്ക് വീതം, 2 മാർക്സ് ഈച്ച്. 4 ടെക്നിക്കുകളെ കുറിച്ചും തിയറി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ 2 മാർക്ക് വീതം കിട്ടും. ഓക്കെ, പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്വൈസ് ചെയ്യുക, ഈ പ്രൊജക്ട് ചെയ്യണോ വേണ്ടതെന്ന് അഡ്വൈസ് ചെയ്യട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? എടാ, ഇത് സ്യൂട്ടബിൾ ആണോ? NPV സ്യൂട്ടബിൾ ആണോ? പിന്നെ അടുത്ത മെത്തേഡ് IRR സ്യൂട്ടബിൾ ആണോ? IRR മെത്തേഡ് സ്യൂട്ടബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത മെത്തേഡ് ഏതാ നമ്മൾ കണ്ട? പേ ബാക്ക് പീരീഡ് സ്യൂട്ടബിൾ ആണോ? അതിന്റെ സൂട്ടബിലിറ്റി, അതായത് എത്രത്തോളം സൂട്ടബിൾ ആണ്, അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എഴുതി കൊടുക്കട്ടോ. പേ ബാക്ക് പീരീഡ്, ROCE, പേ ബാക്ക് പീരീഡും ROCE, ഇതിന്റെയൊക്കെ സൂട്ടബിലിറ്റി ആണ് എഴുതേണ്ടത് അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ, NPV-നെ കുറിച്ച് എന്തൊക്കെ എഴുതാൻ പറ്റൂടാ? NPV-നെ കുറിച്ച് എന്തൊക്കെ എഴുതാൻ പറ്റും? ഷെയർഹോൾഡറിന്റെ വെൽത്ത് ഇൻക്രീസ് ആവും. NPV എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് എത്ര കൂട്ടും എന്ന് പറയുന്ന അബ്സല്യൂട്ട് മെഷർമെന്റ് ആണ് NPV. പിന്നെ ഡിസിഷൻ മേക്കിംഗ് നല്ല മെത്തേഡാണ് NPV. ഓക്കെ, അതേതാ? പിന്നെ പ്രോജക്റ്റിന് യൂസ് ചെയ്യും. ഏതാ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോജക്റ്റിന് NPV യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞേ. മനസ്സിലാക്കാൻ പാടാണ്. മാനേജേഴ്സിന് മനസ്സിലാക്കാൻ പാടാണ്. ഓക്കെ, നമ്മളൊരു അഡ്വാൻറ്റേജും ഒരു ഡിസഡ്വാൻറ്റേജും കൊടുക്കാം NPV-നെ പറ്റി. NPV യൂസ് ചെയ്യാം, പക്ഷെ നല്ല മെത്തേഡാണ്. മാനേജേഴ്സിന് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ് എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. സോ അത് എഴുതി കൊടുക്കട്ടോ. NPV. IRR-ന്റെ ഡിസഡ്വാൻറ്റേജ് എന്താ? അത് നോൺ കൺവെൻഷണൽ ക്യാഷ് ഫ്ലോസ്. IRR മൾട്ടിപ്പിൾ IRR വരും ഏത് സിറ്റുവേഷനിൽ? നോൺ കൺവെൻഷണൽ ക്യാഷ് ഫ്ലോസ് ആണെങ്കിൽ. IRR ക്യാഷ് ഫ്ലോ ആണോ പ്രോഫിറ്റ് ആണോ യൂസ് ചെയ്യുന്നത്? Cash flow. ക്യാഷ് ഫ്ലോ ആണ്. ഡിസിഷൻ മേക്കിംഗ് നല്ലത് ക്യാഷ് ഫ്ലോ ആണ്. ആ ക്യാഷ് ഫ്ലോ ആണ് എന്ത് ചെയ്യുന്നത്? IRR യൂസ് ചെയ്യുന്നത്. അത് എഴുതി കൊടുക്കാം. പിന്നെ IRR മൾട്ടിപ്പിൾ IRR വരും. മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ടിന് എന്തല്ല, IRR നല്ലതല്ല. പിന്നെ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, IRR ക്യാഷ് ഫ്ലോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് നല്ല മെത്തേഡാണ് IRR. ഓക്കെ, എന്ത് ചെയ്യുക, പിന്നെ ആ പ്രശ്നമില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ IRR-നെ പറ്റിയതാണ്. പക്ഷെ IRR-ന് എന്ത് പ്രശ്നം ഉണ്ടാവും? ഒരു ഡീമെറിറ്റ് പറഞ്ഞ IRR-ന്റെ നോൺ കൺവെൻഷണൽ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ മൾട്ടിപ്പിൾ IRR വരും. പിന്നെ കറക്റ്റ് വാല്യൂ തരത്തില്ല, റിലേറ്റീവ് ആണ്. റിലേറ്റീവ് മെഷർമെന്റ് ആണ് IRR കേട്ടോ. റിലേറ്റീവ് മെഷർമെന്റ് ആണ്, അബ്സല്യൂട്ട് മെഷർ അല്ല. സോ അതൊക്കെ എഴുതി കൊടുക്കുക IRR-നെ പറ്റി. ഇനി പേ ബാക്ക് പീരീഡിനെ പറ്റി എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? എന്താ ഡിസഡ്വാൻറ്റേജ് എന്താ പേ ബാക്ക് പീരീഡിന്റെ? അത് ബാക്കിയുള്ള, അതായത് പേ ബാക്ക് പീരീഡ് കവർ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് കവർ ചെയ്ത ബാക്കിയുള്ള പീരീഡിനെ അത് കൺസിഡർ ചെയ്യില്ല. ഇൻവെസ്റ്റ്മെന്റ് കവർ ചെയ്താൽ ബാക്കിയുള്ള പീരീഡിനെ പേ ബാക്ക് പീരീഡ് കൺസിഡർ ഇല്ല. 5 വർഷം കൊണ്ടാണ് പൈസ തിരിച്ചു കിട്ടുന്നെങ്കിൽ ഇവിടെ എത്ര പേ ബാക്ക് പീരീഡ്? 2.29 ഇയേഴ്സ്, 2 വർഷവും 2.29 ഇയേഴ്സ് കേട്ടോ. അതായത് അത്രയും ഇയേഴ്സ് കൊണ്ട് തിരിച്ചു കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് എന്ന് ചെയ്യുന്നില്ല, പേ ബാക്ക് പീരീഡ് കൺസിഡർ ചെയ്യുന്നില്ല. അത് എഴുതി കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താ എഴുതി കൊടുക്കാൻ പറ്റുക? പേ ബാക്ക് പീരീഡ് അഡ്വാൻറ്റേജ് ഏതാ? ഇനീഷ്യൽ സ്ക്രീനിങ് പേ ബാക്ക് പീരീഡ് പ്രോഫിറ്റ് ആണോ ക്യാഷ് ഫ്ലോ ആണോ യൂസ് ചെയ്യുന്നത്? ക്യാഷ് ഫ്ലോ യൂസ് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിംഗിന് നല്ലതാണ്. പേ ബാക്ക് പീരീഡ് എന്തല്ല, പ്രോഫിറ്റ് അല്ല കൺസിഡർ ചെയ്യുന്നത്, ക്യാഷ് ഫ്ലോ നല്ലതാണ്. അത് പറഞ്ഞു കൊടുക്കുക. പേ ബാക്ക് പീരീഡിന്റെ വേറൊരു പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്താ? വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താ പറഞ്ഞാൽ ആർക്ക് പറയാൻ പറ്റുമോ? പോയിന്റ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താ? Value of money consider ചെയ്യുന്നു. ടൈം വാല്യൂ ഓഫ് മണി പേ ബാക്ക് പീരീഡ് കൺസിഡർ ചെയ്യുന്നില്ല. സോ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് പേ ബാക്ക് പീരീഡും അത്ര സൂട്ടബിൾ അല്ല. സാറേ, ഒരു അഡ്വാൻറ്റേജ് മാത്രം ഉണ്ടാവും ഇതിന്. ഏതിന്? ആ പേ ബാക്കിന് വേറെ അഡ്വാൻറ്റേജ് എന്താ? വേറെ, അതായത് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. പേ ബാക്ക് പീരീഡ് ഇനീഷ്യൽ സ്ക്രീനിങ് ആയിട്ട് എന്ത് യൂസ് ചെയ്യാൻ പറ്റും. കാൽക്കുലേഷൻ എന്താണ്, ഈസി ആണ്. പിന്നെ അതൊക്കെ എഴുതി കൊടുക്കാം. ഓക്കെ, കാൽക്കുലേഷൻ ഈസി ആണ്, വലിയ ബുദ്ധിമുട്ടില്ല. ഈ NPV-ന്റെ IRR-ന്റെ അത്ര ബുദ്ധിമുട്ട് പേ ബാക്ക് പീരീഡ് ഇല്ല. ഓക്കെ, അതൊക്കെയാണ് അഡ്വാൻറ്റേജസ് കേട്ടോ. ROCE എന്ന് പറയുന്നത് എന്താ പ്രശ്നം? ROCE നല്ലൊരു മെത്തേഡ് ആണോ? പ്രോഫിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ROCE പ്രോഫിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. കെട്ടിച്ചമക്കാൻ പറ്റും. അക്കൗണ്ടിങ് മെത്തേഡ് മാറ്റിയ, ഡിപ്രിസിയേഷൻ മെത്തേഡ് മാറ്റിയ എന്താവും? പ്രോഫിറ്റ് മാറും. ROCE എന്താണ്? പ്രോഫിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ROCE ഈസി ടു കാൽക്കുലേറ്റ് ആണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. പക്ഷെ അത് പ്രോഫിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ വലിയ ഡിസഡ്വാൻറ്റേജ് എന്താ? ടൈം വാല്യൂ ഓഫ് മണി ROCE കൺസിഡർ ചെയ്യുന്നില്ല. ടൈം വാല്യൂ ഓഫ് മണി ROCE കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ,
സോ അതൊക്കെ എഴുതാം. എന്നിട്ട് നമ്മൾ 4 കാര്യങ്ങൾ എഴുതി കൊടുത്തു. എന്നിട്ട് അവർ അടുത്ത ചോദ്യം ഓരോന്നിന്റെ സൂട്ടബിലിറ്റി പറയുന്നുണ്ട്. പറഞ്ഞോ. ഇതില് ഡിസഡ്വാൻറ്റേജ് മാത്രം പറഞ്ഞാൽ മതി. അല്ല, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് എത്രത്തോളം സൂട്ടബിൾ ആണെന്ന് പറയാം. അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോഴേ നമ്മൾ ROCന്റെ അഡ്വാൻറ്റേജ് എങ്ങനെ എന്ത് ചെയ്യും? റിട്ടേൺസ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തു. ROCന്റെ അഡ്വാൻറ്റേജ് ആണോ? അതെ. ROCന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? മീൻസ് ROC ഈസി ടു കാൽക്കുലേറ്റ് ആണ്, എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ അക്കൗണ്ട് യൂസ് ഇതാണല്ലോ. ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ് ROC. ഓക്കെ, പിന്നെ അതൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ പറയാം, ഒരു പോയിന്റ് ഉണ്ട്, ലിങ്ക്സ് വിത്ത് അതർ അക്കൗണ്ടിംഗ് മെത്തേഡ്. അതിന്റെ ഉദ്ദേശം കേട്ടില്ലടാ. ലിങ്ക്സ് വിത്ത് അതർ അക്കൗണ്ടിംഗ് മെത്തേഡ്. മറ്റേ അക്കൗണ്ടിങ് മെഷറിനായിട്ട് എന്താണ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. മേ ബി എന്താ പറയാ, ഈ ഡിപ്രിസിയേഷൻ മെത്തേഡിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിപ്രിസിയേഷൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ലേ, ഡിപ്രിസിയേഷൻ മെത്തേഡിനൊക്കെ ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും. ഓക്കെ, അതായത് ഡിപ്രിസിയേഷൻ മെത്തേഡ് ഇല്ലേ, ഡിപ്രിസിയേഷൻ മാറിയാൽ എന്ത് മാറും? പ്രോഫിറ്റ് മാറൂലേ? ഡിപ്രിസിയേഷൻ മെത്തേഡ് മാറ്റി കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാറും, അപ്പൊ ROC മാറും. സോ ROC മറ്റേ അക്കൗണ്ടിങ് മെഷേഴ്സിനേറ്റും ലിങ്ക്ഡ് ആണ്. അത് അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ്? അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ഒക്കെ പറയാം. രണ്ടും പറയാം. മീൻസ് രണ്ടും അത് പ്രശ്നമുണ്ട്, എന്താ പറയാ, അതുകൊണ്ട് അഡ്വാൻറ്റേജും ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് പറയാ, മീൻസ് ഈ കാര്യങ്ങളൊക്കെ ROCന്റെ അണ്ടറിൽ പറയാം. ഇത് ഇത്രയും ചെയ്താൽ എത്ര മാർക്ക് കിട്ടും? ഇത്രയും ചെയ്താൽ എത്ര മാർക്ക് കിട്ടും? 8 മാർക്സ് കിട്ടും. സോ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്വൈസ് ചെയ്യണം. ഓക്കെ, അഡ്വൈസ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റൂല. കാരണം ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഈ പറയുന്ന ഇത്രയും പോയിന്റുകൾ ഒന്ന് വായിച്ചു നോക്കിയേ. ഹലോ, ലാസ്റ്റ് പറഞ്ഞു ടെക്സ്റ്റ് എഴുതണം. ഇതില് ഈ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഞാൻ ഈ മാർക്ക് ചെയ്ത പോയിന്റ് നോക്ക്. അവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. മീൻസ് വായിച്ചാൽ മതി, ഞാൻ പറയാം. ഇവിടെ ടാർഗറ്റ് പേ ബാക്ക് പീരീഡ് എത്ര ഈ കമ്പനിയുടെ? 2 years. അത് 2 വർഷങ്ങളും ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം? തിരിച്ചു കിട്ടണം കേട്ടോ. ഇറക്കിയ പൈസ തിരിച്ചു കിട്ടണം. അതാണ് ടാർഗറ്റ് പേ ബാക്ക് പീരീഡ്. ഓക്കെ, ഇവരുടെ ടാർഗറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എത്ര? ടാർഗറ്റ് ROC 20% ആണ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ROCന്റെ ബേസിസിൽ നിങ്ങൾ പറഞ്ഞ ROCന്റെ ബേസിസിൽ ഈ പ്രൊജക്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പക്ഷെ വളരെ പറ്റും. പക്ഷെ ഭയങ്കര ചെറിയൊരു വേരിയേഷൻ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ അത് ചെറിയ വേരിയേഷൻ അല്ല, അത് വലിയ വേരിയേഷനാണ്. കാരണം 0.4ന്റെ ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ 0.4 എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ആണോ? 0.4% എന്ന് പറഞ്ഞാൽ അല്ലട്ടോ, അത് വലിയ ഡിഫറൻസ് ആണ്. കാരണം ഇവിടെ നമ്മൾ എടുത്ത ഈ വാല്യൂ ഒക്കെ നോക്കണം, നമ്മൾ 3 zeros ഒഴിവാക്കി എടുത്ത്, എന്നിട്ട് തന്നെ എത്ര എമൗണ്ട് ഉണ്ട്. അപ്പൊ വലിയ ഡിഫറൻസ് ആണ് 0.4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി. ഓക്കെ, സോ 0.4 ആണെങ്കിലും അത് വലിയ ഡിഫറൻസ് ആണ്. സോ ROCന്റെ ബേസിസിൽ എന്ത് ചെയ്യാൻ പറ്റുമോ? ഈ പ്രൊജക്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം 20 ആണ് അവരുടെ ടാർഗറ്റ്. ഈ പ്രൊജക്ട് എത്ര തരുന്നുണ്ട്? 20.4 തരുന്നുണ്ട്. സോ ROCന്റെ ബേസിസിൽ നമ്മൾ അഡ്വൈസ് ചെയ്യാണ്. ROCന്റെ ബേസിൽ എന്ത് ചെയ്യുക? ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് എഴുതുക. ഓക്കെ, IRRന്റെ ബേസിസിലോ? IRR എങ്ങനെ തീരുമാനം എടുക്കടാ? IRR നമുക്ക് എത്ര കിട്ടിയേ? ഇവിടെ എത്ര കിട്ടിയേ? 18%. IRRന്റെ ബേസിസിൽ എങ്ങനെ തീരുമാനം എടുക്കുക? പറഞ്ഞേ, എന്തിനായിട്ട് കമ്പയർ ചെയ്യുക? IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് കമ്പയർ ചെയ്യുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 14% ആണ്. അതിനേക്കാളും കൂടുതലാണ് IRR വരുന്നത്. സോ എന്ത് ചെയ്യുക? IRRന്റെ ബേസിസിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ അഡ്വൈസ് ചെയ്യാണ്. ഓക്കെ, അഡ്വൈസ് ചെയ്യാണ്. ഞാനിത് എഴുതാം. അപ്പൊ എനിക്ക് ഒന്നും കൂടി ഐഡിയ കിട്ടും. ദ കമ്പനി ആസ് എ ഓൺ ദ ബേസിസ് ഓഫ് ROCന്റെ ബേസിസിൽ എന്ത് ചെയ്യുക? ദിസ് പ്രൊജക്ട് ഈസ് ആക്സെപ്റ്റബിൾ. ഈ പ്രൊജക്ട് എന്താണ്? ആക്സെപ്റ്റബിൾ ആണ്. ROCന്റെ ബേസിസിൽ ഈ പ്രൊജക്ട് ആക്സെപ്റ്റബിൾ ആണ് എഴുതി. ഓക്കെ, ഇനി ബിക്കോസ് ടാർഗറ്റിനേക്കാൾ കൂടുതലാണ്, വേണമെങ്കിൽ ആ പോയിന്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ പറഞ്ഞേ, പേ ബാക്ക് പീരീഡിന്റെ ബേസിസിൽ, ഓക്കെ, IRRന്റെ ബേസിസിൽ ഈ പ്രൊജക്ട് ആക്സെപ്റ്റബിൾ ആണോ? പറഞ്ഞേ. IRR ഈ പ്രൊജക്ട് 18% തരുന്നത്. പക്ഷെ അത് എന്തിനേക്കാളും കൂടുതലാ? വാക്കിനേക്കാളും ഡിസ്കൗണ്ട് റേറ്റിനേക്കാളും കൂടുതലാണ്. സോ IRRന്റെ ബേസിസിലും എന്താണ്? ഈ പ്രൊജക്ട് ആക്സെപ്റ്റബിൾ ആണ്. IRRന്റെ ബേസിസിലും ഇവിടെ അല്ല. ഓക്കെ, ഇതാണ്. So on the basis of IRR, this project is acceptable.
ഓൺ ദ ബേസിസ് ഓഫ് IRRന്റെ ബേസിസിലും ഈ പ്രൊജക്ട് ആക്സെപ്റ്റബിൾ ആണ്. ദിസ് പ്രൊജക്ട് ഈസ് ആക്സെപ്റ്റബിൾ സിൻസ് ഇറ്റ് ഗീവ്സ് എ IRR മോർ ദാൻ ദ ഡിസ്കൗണ്ട് റേറ്റ്. IRR വിച്ച് ഈസ് മോർ ദാൻ ഡിസ്കൗണ്ട് റേറ്റ്. ഡിസ്കൗണ്ട് റേറ്റിനേക്കാളും കൂടുതലാണ് IRR വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? IRRന്റെ ബേസിസിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, IRRന്റെ ബേസിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ പറഞ്ഞേ പേ ബാക്ക് പീരിയഡിന്റെ ബേസിസിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പേ ബാക്ക് പീരിയഡിന്റെ ബേസിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. റീസൺ No. എന്താ? 2 years ആണ് 2 years കൊണ്ട് Target. തിരിച്ചു കിട്ടുന്ന പ്രൊജക്ടുകളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്യാൻ പറ്റുള്ളൂ. സോ പേ ബാക്ക് പീരിയഡിന്റെ ബേസിസിൽ എന്ത് ചെയ്യാൻ പറ്റൂല? ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. പേ ബാക്ക് പീരിയഡിന്റെ ബേസിസിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല കേട്ടോ. ഓൺ ദ ബേസിസ് ഓഫ് പേ ബാക്ക് പീരിയഡ് ദിസ് പ്രൊജക്ട് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ. പ്രൊജക്ട് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ. ഇതെന്തല്ല? ആക്സെപ്റ്റബിൾ അല്ല. because payback period of the project is less than എന്താ ടാർഗറ്റിനേക്കാളും ലെസ് ദാൻ അല്ല ഗ്രേറ്റർ ദാൻ ആണ്. ടാർഗറ്റിനേക്കാളും കൂടുതലാണ്. ഗ്രേറ്റർ ദാൻ ടാർഗറ്റ് അല്ലേ? പേബാക്ക് പീരീഡ് കൂടുതലാകുമ്പോഴല്ലേ നമ്മൾ റിജക്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രൊജക്ട് ആക്സെപ്റ്റ് ചെയ്യണോ? ചെയ്യണം. അതിന്റെ റീസൺ എന്താ? പോസിറ്റീവ് NPV പോസിറ്റീവ് ആണ്. ഓക്കെ, സോ എബോവ് ഓൾ അല്ലെങ്കിൽ എമോങ് ദ മെത്തേഡ്സ് ഈ മെത്തേഡുകളിൽ ഏറ്റവും ടോപ്പ് മെത്തേഡ് ഏതാ? NPV is the superior method. NPV ആണ് superior method കേട്ടോ. NPV ആണ് superior method. So NPVന്റെ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും? ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. So this project is acceptable based on NPV. So this project is acceptable on the basis of NPV. NPVന്റെ ബേസിൽ എന്താണ്? ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയും തീർന്നില്ല. അവിടെയും പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. കാരണം ഈ പ്രൊജക്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ എഴുതി കൊടുത്തു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് വായിച്ചാലേ അത് മനസ്സിലാവത്തുള്ളൂ. ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. ഈ ഒരു പാരഗ്രാഫ് എന്താ നിങ്ങൾക്ക് മനസ്സിലായ? അതായത് പറഞ്ഞോ, തെറ്റിക്കോട്ടെ പറഞ്ഞോ. ടാർഗറ്റഡ് പേ ബാക്കും ROCയും ഫുൾഫിൽ ചെയ്താൽ മാത്രമേ NPV IRRും കൺസിഡർ ചെയ്യുള്ളൂ എന്നാ പറയുന്നത്. ഡയറക്ടർ പറയുന്നത് എന്താ? IRRന്റെയും NPVന്റെയും കാൽക്കുലേഷൻ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടാർഗറ്റ് പേ ബാക്ക് പീരീഡ് അച്ചീവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ROC അച്ചീവ് ചെയ്യണം. ടാർഗറ്റ് പേ ബാക്ക് പീരീഡും ROCയും രണ്ടും അച്ചീവ് ചെയ്യണം. അതുകൊണ്ട് NPVന്റെ കാൽക്കുലേഷൻ എന്തല്ല? റെലവന്റ് അല്ല. സോ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടോ? പേ ബാക്ക് പീരീഡ് 2 years കൊണ്ട് തിരിച്ചു കിട്ടുന്നില്ല. സോ ആസ് പെർ ദ ഡയറക്ടറുടെ ഒപ്പീനിയൻ പ്രകാരം എന്തല്ല? ദിസ് പ്രൊജക്ട് cannot be acceptable. എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? ബിക്കോസ് റീസൺ എന്താ? ദിസ് പ്രൊജക്ട് cannot be acceptable Because it doesn't fulfill targeted payback. അതെന്ത് ചെയ്യുന്നില്ല? ടാർഗറ്റ് പേ ബാക്ക് പീരീഡ് ഫുൾഫിൽ ആക്കുന്നില്ല. because it does not fulfill target payback period. Okay, സോ ഇതാണ് ഒരു ഓവറോൾ അഡ്വൈസ്. നിങ്ങൾക്ക് ഇത് ചുരുക്കി ചെയ്താൽ ആക്ച്വലി ഒരു മാർക്കേ കിട്ടുന്നുള്ളൂ. ഇത് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ഓരോന്ന് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒറ്റയടിക്ക് എന്ത് പറഞ്ഞു കൊടുത്താൽ മതി? NPV ആണ് സുപ്പീരിയർ മെത്തേഡ്. NPVന്റെ ബേസിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പ്രൊജക്ട് ടാർഗറ്റ് പേ ബാക്കുകൾ അച്ചീവ് ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പ്രൊജക്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെ എഴുതേണ്ടത്. ഓക്കെ, സെറ്റ് അല്ലേ?